എനിക്ക് ചിരിക്കാൻ വയ്യ. എൻ്റെ മോനെ, അതായത് അൽത്തു. എടി, നീ ഫേക്ക് ആണെന്ന് ഫേക്ക് അല്ലല്ലോ, എടിയാണല്ലോ എടനാണ്, നീ ഒരു മനുഷ്യനാണ്. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണ് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്നലെ വന്നിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇന്നെല്ലാം കൂടെ അടിച്ച് കയറ്റി ഇന്ന് തീർക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഞാൻ പറയാണ്, വിനീതമായിട്ട് പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണേ. പിന്നെ അതുപോലെ തന്നെ ലൈക്കിന് ഒരു കോംപ്രമൈസ് ഇല്ല, അതൊന്നും ചെയ്യണം. പിന്നെ ആ ലൈക്ക് ഇടുമ്പോഴത്തേക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി വരും, അതും എന്താണെങ്കിലും ഒന്ന് ചെയ്ത് ഒന്നൊന്ന് സഹകരിച്ചൊക്കെ പോടെ. അപ്പൊ നമുക്ക് എന്താണെങ്കിലും രേണുസുതിയിലോട്ട് നമുക്ക് കണ്ടന്റ്, പതിവ് പോലെ കണ്ടന്റ് നമുക്ക് തുടങ്ങാം. രേണുസുതി എന്താണ് ഇനിയിപ്പോ പറയാനുള്ളത്? പറഞ്ഞു നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ വേർഡ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്ത് കാര്യമാണ് പറയേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. എന്താണെങ്കിലും പുള്ളിക്കാരി എന്തെങ്കിലും ഒക്കെ എന്ന് ഓരോരോ പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടി തരാറുണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് ആദ്യത്തെ വീഡിയോ കിച്ചുവിൽ നിന്ന് അങ്ങ് തുടങ്ങിയാലോ? അപ്പൊ ശരി, നമുക്ക് കിച്ചുവിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തരം സമയത്ത് എന്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അപ്പൊ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാത്ത. ആ ശരി, വെട്ടം കൊണ്ടുന്ന ആള് എന്ന് പറയുമ്പം രേണു ചേച്ചിയാണോ മോനെ? നിന്റെ അമ്മ രേണു ചേച്ചിയാണോ? അല്ല, രേണു എപ്പോഴും പറയാറുണ്ട് എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ അറിയാണ്ട് പറയും, ഇനി രേണു ചേച്ചിയാണോ, ഇനി ഇവന്റെ ലവർ ആണോ, ഇനി ഗേൾ ഫ്രണ്ട് ആണോ, ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ നമ്മളിങ്ങനെ ചെറിഞ്ഞ് നോക്കുമല്ലോ. അപ്പോഴാണ് നമ്മുടെ കിച്ചുവിന്റെ കമന്റ് ബോക്സ് ഇങ്ങനെ നമ്മൾ തെരഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു കമന്റ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പൊ കമന്റിനകത്തെന്ന് പറഞ്ഞത്, രേണു ആണോ, അമ്മ രേണു അല്ലേ? അതെ, മീര എന്ന് പറഞ്ഞ ഒരു ആളാണ് ചോദിച്ചിരിക്കുന്നത്, അമ്മയല്ലേ രേണു ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കിച്ചു പറഞ്ഞ് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു കരയുന്ന സ്മൈലിയും പിന്നെ ഒരു കൂപ്പുകയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണ് അവന് ഈ പുള്ളിക്കാരിയെ കൊണ്ട് മടുത്തിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് കടന്നിട്ട് ഈ രേണു എന്റെ മകൻ കിച്ചുവിനെ വിളിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതായത് ഒരു നാടകമാണ് ഇത്, ശരിക്കും ഒരു നാടകം. രണ്ടുപേരും നാടകം കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. പണ്ട് തന്നെ എന്താണ്, സുധിച്ചേട്ടന്റെ ട്രോഫി എല്ലാം കൂടെ കട്ടിന്റെ അടി കടന്ന കാര്യവും അത് പല വ്ളോഗേഴ്സിനെ വിളിച്ചു പറഞ്ഞ കാര്യവും ഒക്കെ നമുക്കറിയാം. അപ്പം ഈ കിച്ചു എന്ന് പറഞ്ഞ പയ്യന് തീരെ താല്പര്യമില്ല. പിന്നെ സ്വന്തം അമ്മ എങ്ങാനും ആണെങ്കിൽ സത്യം പറയാലോ, സ്വന്തം അമ്മയായിരുന്നെങ്കിൽ ഈ കൊച്ചപ്പഴെ അടിച്ച് കൂട്ടിക്കെട്ടി പെരക്കാത്ത കയറ്റി ഇരുത്തുമായിരുന്നു. പിന്നെ ഇത് സ്വന്തം അമ്മ അല്ലാത്തവരാണ് ഈ കൊച്ചിനൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ അമ്മമാർ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അതേസമയം ഇത് നമ്മുടെ ഒരു രണ്ടാനമ്മ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇത് തോന്നും അല്ലേ? എപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ സ്വന്തം അമ്മയല്ലല്ലോ എന്നുള്ള ഒരു സംഭവം വരും. അതുകൊണ്ടാണ് ഈ കൊച്ചു ഇവിടെ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്കാണെങ്കിൽ മക്കൾ ഇങ്ങനെ മിണ്ടായിരിക്കും. അതും ഏതും പറയാതെ 10-21 വയസ്സുള്ള ഒരു ആങ്കൊച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അടുത്ത ഒരു സംഭവത്തിലോട്ട് പോകാം. ഹായ്, നമസ്കാരം. രേണുസുതിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയാ, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിക്കും. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണ് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാണോ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രമുള്ള പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുള്ള സബ്സ്ക്രിപ്ഷൻ, അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം ഇവര് പറയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് നമ്മുടെ മാസ്റ്റർ മനുവിനെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പുള്ളിയുടെ അക്കൗണ്ടിലാണ് ഞാൻ ഈ സംഭവം കണ്ടത്. പുള്ളിയാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിരുന്നത്. അപ്പം ഇത് എന്താണെങ്കിലും രേണു നല്ല കലിപ്പിലാണ്, അത്ര നല്ല കട്ട കലിപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പം മനുഷ്യട്ടൻ എന്താണേലും ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പുള്ളിക്കാരി രണ്ടും കൽപ്പിച്ചാണ്. കണ്ണൊക്കെ കണ്ട് ഞാൻ ഇപ്പൊ അങ്ങ് കൊന്ന് തിന്നു പറഞ്ഞ ഒരു മോഡിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. എടി, നീ ഫേക്ക് ആണെന്ന് ഫേക്ക് അല്ലല്ലോ, എടിയാണല്ലോ എടനാണ്, നീ ഒരു മനുഷ്യനാണ്. മനസ്സിലായോ? നായിൻ്റെ മോളെ എന്ന് വിളിക്കാൻ നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തോ? എനിക്ക് നിന്റെ തന്തയ്ക്ക് തള്ളയ്ക്ക് വിളിക്കാൻ അറിയാണ്ടിട്ടല്ല.
അപ്പൊ ചേച്ചി ഇവിടെ ചൊടിപ്പിച്ചത് ഏതോ ആൾക്കാർ ആരാണ് നായിന്റെ മോളെ എന്ന് വിളിച്ചു. അപ്പം ഇത് നായിന്റെ മോളെ എന്നല്ലേ വിളിച്ചുള്ളൂ. നമ്മൾ ഡെയിലി എന്തൊക്കെ കടന്നാണ് പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം രേണുവിന്റെ കൈതിരിപ്പ് വെച്ചിട്ട് കാണിക്കുന്ന കോപ്രായം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇതിന്റെ അപ്പുറവും വിളിച്ചു പോകും. അതുമാതിരിയാണ് കാണിക്കുന്നത്. അപ്പൊ എന്നാലും കുറച്ച് ദിവസമായിട്ട് ചേച്ചി ഇതുപോലെ ചെറിയ ചെറിയ വാക്കുകൾ പറയുന്ന ആൾക്കാരെ വരെ കമന്റ് ബോക്സ് തെരഞ്ഞെടുത്തിട്ട് എന്നും ഇതുപോലെ ഒരു പരിപാടിയായിട്ട് വരും. അപ്പൊ ഇന്ന് നായിന്റെ മോളെ വിളിച്ച ഒരു പുള്ളിക്കാരിക്കാണ് പരിപാടിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും അല്ലല്ലോ പുള്ളിക്കാരുടെ കമന്റ് ബോക്സ് ഇവരുടെ തെറി എന്ന് പറഞ്ഞാൽ എന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ പുള്ളിക്കാരിയെ കുറിച്ച് എന്ത് മോശമായിട്ടാണ് വരുന്നത്. അപ്പൊ കുറെയൊക്കെ ഞാൻ അങ്ങ് അധികമായിട്ട് രേണുവിനെ മോശം പറയുന്നതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യാതെ വിടും. അതിന് റിപ്ലൈ ഞാൻ കൊടുക്കാറില്ല. അപ്പൊ ചിലവരോട് ഞാൻ പറയും അയ്യോ അങ്ങനെ പറയരുതേ, അത്ര നമുക്ക് പറയണ്ടെന്ന് പറയും. അപ്പൊ അതാണ് രേണു എന്ന് പറഞ്ഞാല് എല്ലാവരുടെ മനസ്സിലോട്ട് രേണു തന്നെ ഇട്ട് കൊടുത്ത കാര്യങ്ങളാണ്. നമുക്ക് നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. വ്ളോഗേഴ്സ് ആയിട്ട് ഇട്ട് കൊടുത്ത അല്ലെ രേണുവായിട്ട് ഇട്ട് കൊടുത്ത സംഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ കമന്റ് പറയാൻ വേണ്ടി പ്രചോദനമാക്കിയത് രേണു തന്നെയാണ്. എന്താണ് ഇത് സോങ് നമ്മൾ പ്ലേ ചെയ്തിട്ടില്ല, സൈഡിൽ കാണിക്കാം. ഇതൊക്കെ എന്തുവാണ് പുള്ളിക്കാരി ഇതിനകത്തൂടെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. ഇതെന്തൊരു എക്സ്പ്രഷൻ ആണെന്നറിയില്ല. ഈ ഒരു കോപ്രായം മാത്രമുള്ള എല്ലാത്തിനകത്തും ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഒരു അച്ഛൻ ചത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒരു മകള്, അച്ഛന്റെ മൃതദേഹം കാണുന്ന ഒരു മകള് അടുത്തിരുന്ന് കരയുന്ന ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി സെയിം എക്സ്പ്രഷൻ ഇടും. ഒരു ഡൗട്ടും ഇല്ല, സെയിം എക്സ്പ്രഷൻ ഇടും. അപ്പം അതാണ് രേണുവിന് ആകെപ്പാടെ അറിയുന്ന നവരസങ്ങളിൽ ഒന്ന് ഇത് മാത്രമുള്ളൂ. നമ്മുടെ ജഗതി ശ്രീകുമാർ ഉദയനാണതാരത്തിൽ പറയുന്നുണ്ടല്ലോ നവരസങ്ങൾ. അപ്പം ആ ഒരു സെറ്റപ്പ് മോഡാണ് നമ്മുടെ അതിനകത്ത് കാഴ്ച. സരോജ് കുമാറിന്റെ ഒരു ക്യാരക്ടറാണ് രേണുക്ക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അടുത്തത് കൊള്ളാലോ, മുടിയൊക്കെ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അതെന്താ സംഭവം? നാണം. ഇതെന്ത് തേങ്ങയാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവും? ഇത് ഈ പെണ്ണിനോട് എത്ര തവണ പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. അപ്പൊ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ്. ഇനി നമ്മൾ ട്രോളാൻ വേണ്ടി ഇട്ട് തരുന്നതാണോ എന്നറിയത്തില്ല. അതോ പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ ഇതെങ്ങനെയാണ് നമുക്കൊരു അഭിനയമാണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും. ഇനി അടുത്തത് എനിക്ക് ചിരിക്കാൻ വയ്യ. എന്റെ മോനെ, അതായത് അൾട്ടു കാസർഗോഡ് വ്ളോഗറെ മോൻ എന്താ പറഞ്ഞേ? രേണു ചേച്ചി മോൻ പറഞ്ഞത് കേട്ട് മോനെ പേടിച്ച് സൂചിച്ചിട്ട് DP മാറ്റിയെന്ന്. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. നിന്നെ കാണാൻ അടിപൊളിയാണല്ലോ, പക്ഷെ നിന്റെ വായിൽ നിന്ന് എന്നെ പറ്റി ഇറങ്ങുന്ന നെഗറ്റീവ് ഒന്നും കേട്ടാൽ അടിപൊളി അല്ലല്ലോ. നിന്നെ കാണാൻ നല്ലതാ, പക്ഷെ നിന്റെ വായിൽ നിറങ്ങുന്ന വർത്താനമോ അടിപൊളി വർത്താനമൊന്നും അല്ലല്ലോ, ചുമ്മാ കള്ളത്തരമാണല്ലോ പറയുന്നത്. നിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നേ? നിന്റെ കെട്ടിയൊന്നും അല്ലോ ഞാൻ നിന്നെ പേടിക്കാൻ. എനിക്ക് ആ പേടിക്കേണ്ടത് സൂചിച്ചാണ്ട് മാത്രം പേടിച്ചാൽ പോരായിരുന്നോ? പിന്നെ നിന്നെ പേടിച്ചാൽ DP മാറ്റിയെന്ന് പറയുന്നത് എന്റെ പൊന്നു മക്കളെ, വെറുതെ നോണ പറയരുത്, കാര്യം അറിയാൻ നോണ പറയില്ല. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുമായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഇതെന്താ സംഭവം, ചേച്ചി എന്തിനാ DP മാറ്റിയത്, ഇയാൾ കിടന്ന് പറയുന്നല്ലോ, ഇതിനോട് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിപ്ലൈ തരുന്നത്. എനിക്ക് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അൾട്ടു വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ആശാന്റെ വീഡിയോ ഞാനും കണ്ടു 2-3 തവണ. രേണു അത് പറഞ്ഞു, രേണു ഇത് പറഞ്ഞു, രേണുവിന് എന്നെ ഭയമാണ്, രേണുവിന്റെ എന്താണ് DP ആ മറ്റേ നീല ഷർട്ടിട്ട ഒരു ചേട്ടൻ ഉണ്ടായതല്ലോ, സുധിച്ചേട്ടൻ. ആ സുധിച്ചേട്ടന്റെ ഫോട്ടോ ആണ് ഇത്ര നാൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്താണ് ആ DP മാറ്റിയില്ലെങ്കിൽ സുധിച്ചേട്ടന്റെ ഫാമിലി ആയിട്ട് ചെന്ന് സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കി അത് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അൾട്ടു ഇങ്ങനെ വീഡിയോസ് ഇട്ടോണ്ടേ ഇരിക്കുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഞാനും ഇത് കണ്ടപ്പോൾ ഓർത്തു ഇവന് 2 തല്ലിന്റെ ആവശ്യമുണ്ടല്ലോ, ഇവൻ എന്ത് തേങ്ങാക്കോലയാണ് പറയുന്നത് ഞാനും ഓർത്തു. അപ്പം അൾട്ടു എന്ന് പറഞ്ഞ ആള് നമുക്ക് അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് അതുലിന്റെ വേണ്ടിട്ട് ഒന്നും പണിതാണ്. അതുല് രാസ്റ്റോക്സ് ഒക്കെ. അപ്പൊ ഇവന്മാരെന്താണ് പൈസ വാങ്ങിച്ചിട്ടാണ് അനുമോക്ക് വേണ്ടി പൈസ വാങ്ങിച്ചിട്ട് വേണ്ടിയിട്ട് ആ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ടുള്ള ഒരു റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പം അവൻ എന്ന് പറഞ്ഞാൽ അട്ടർലി ഫ്ലോപ്പും ഫേക്കുമാണ്. അപ്പൊ അവനാണ് ഇങ്ങനെ വന്നിട്ട് ഇത് പറഞ്ഞത്. അപ്പൊ അവനൊരു മറുപടിയാണ് രേണു ഇതിനകത്തോടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ അവൻ 2 മറുപടിയുടെ ആവശ്യമുണ്ട്. എന്താണേലും അൾട്ടു പറഞ്ഞിട്ട് അൾട്ടുവിനെ കണ്ട് പേടിച്ചിട്ടൊന്നും അല്ല രേണു DP മാറ്റിയത്. അപ്പൊ അവർക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഇതായിരുന്നു. കാരണം സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങി. അത് തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ ക്ലിക്കണമെങ്കിൽ ഇങ്ങനെ ഫോട്ടോ ഇട്ടുകൊണ്ട് എന്നാണെങ്കിലും അവരത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം എന്താണ് രേണുവിന്റെ ഫോട്ടോ ഇടുക തന്നെ വേണം. അതുകൊണ്ടാണ് ആശാത്തി അങ്ങനെ ഒരു കറക്റ്റ് സമയത്ത് അതൊന്ന് ചെയ്തത്. പിന്നെ അവർ ഇതിനകത്തൊരു ന്യായം പറയുന്നുണ്ട്. ആ ന്യായം ഒരിക്കലും ഒരു ന്യായമല്ല. എന്താന്ന് വെച്ചാൽ അവൾ മാറ്റിയതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധിയുടെ ഫോട്ടോ ഇട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ചോദ്യം വരും. സുധിയുടെ ഫോട്ടോ കിടക്കുന്നത് പിക്ക് സുധിയുടേത്, പിന്നെ കാണിക്കുന്നത് മൊത്തം സുധിക്ക് വേണ്ടിയുള്ള അപരാധം. എക്കാലും ആ ഒരു ഇത് എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ലേ എന്ന് നമ്മൾ സ്ഥിരം പറയുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കിട്ടിയ സമയത്ത് അവർക്ക് എന്നാലും മാറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കിട്ടിയ സമയത്ത് പുള്ളിക്കാരി അതങ്ങ് വിനിയോഗിച്ചു, മാറ്റി, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ കാര്യമൊന്നുമില്ല. പിന്നെ അതിനകത്തൂടെ ഗോൾ അടിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് അൾട്ടു. ബ്ലൂടിക്ക്, അതായത് നമുക്കറിയാം പ്രൊഫൈല് സെലിബ്രിറ്റീസിനൊക്കെ മിക്ക സെലിബ്രിറ്റീസിന് പ്രൊഫൈല് ബ്ലൂടിക്ക് വേണം അല്ല വരുന്നുണ്ട്. സോ അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് മെറ്റേന്ന് തന്നെ ഉള്ള മെസ്സേജ് വരുമല്ലോ, DP ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ചേഞ്ച് ചെയ്തതാണ്. അല്ലാതെ സുധിച്ചേട്ടൻ്റെ DP മാറ്റിയെന്ന് പറഞ്ഞ് സുധിച്ചേട്ടനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞതുമല്ല. ഞാനിപ്പോൾ വേറെ വിട്ട് കല്യാണവും കഴിക്കാൻ പോകുന്നില്ല. എനിക്കൊട്ടൊരു പ്രണയവും കഠിനമായിട്ടുള്ള എന്താ പറയുക വളരെ പവിത്രവും കഠിനമായിട്ടുള്ള ഒരു പ്രണയവും ആരുമായിട്ടില്ല. മനസ്സിലായോ? നിന്നെ എനിക്ക് പേടിയില്ല. നിന്നെ എന്നല്ല, ആരും ദൈവത്തെ മാത്രം പേടിക്കും. ഓക്കെ, അടിപൊളി. ദൈവത്തെ പേടിക്കും, സുധിച്ചേട്ടനെ പേടിക്കും, സത്യത്തെ ആരെയൊക്കെ പേടിക്കും, വേറെ ആരെയും പേടിയില്ല.
അപ്പൊ ഇതൊക്കെയാണ് രേണു. എന്റെ സുധിച്ചേട്ടനെ ഞാൻ അങ്ങ് പറിച്ചു കളഞ്ഞിട്ടുമില്ല. പക്ഷെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടും എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഞാൻ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തിട്ട് തുണി ഊരി കാണിക്കും. അത് വേറെ ഇത് വേറെ. ഡോണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഞാൻ ഇതുപോലെ ഇതിന്റെ അപ്പുറവും കാണിക്കും, ഇതിന്റെ അപ്പുറവും പറയുകയും ചെയ്യും. എനിക്ക് ഒരേ വായും കൊണ്ട് ഡബിൾ സ്റ്റൈൽ വർത്താനം പറയാനും അറിയാം. അതൊക്കെയാണ് ഇവിടെ രേണു ഒക്കെ പറഞ്ഞു വെക്കുന്നത്. വേറൊരു കാര്യം നഗ്നമായ സത്യമെന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇവരുടെ മക്കളെ കുറിച്ച് ഇവർക്ക് വലിയ ധാരണയുണ്ടോ അല്ലെ? നമുക്ക് എന്തൊക്കെയോ ധാരണയുണ്ട്. നമുക്കുള്ള ധാരണയുടെ ഒരു അംശം പോലും രേണുവില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഈ കൊച്ചു നാളെ സമൂഹത്തോട്ട് വളർന്നു വരുമ്പോഴത്തേക്ക് എന്തൊക്കെയായിരിക്കും അല്ലെ അത് നേരിടേണ്ടി വരിക. അതിന്റെ ടീച്ചേഴ്സ് പുച്ഛത്തോടെ ആയിരിക്കും ചിലപ്പം ഈ രേണുവിന്റെ പിള്ളേരെ കാണുന്നത്. കിച്ചുവിനെ പോട്ടെ, കിച്ചു വേറൊരു അമ്മയ്ക്കുണ്ടായ കുട്ടിയാണ്. അപ്പം അവന് ഇത്രയും വയസ്സായി. അവനെ മാറ്റി നിർത്തി ഈ കൊച്ചു വളർന്നു വരുന്ന ഈ കൊച്ചിന്റെ ഒരു ഭാവിയെ കുറിച്ചാണ് ഞാൻ എപ്പോഴും ആലോചിക്കും. എടാ, നമ്മൾ എത്രയോ നാണം കേട്ടിട്ടാണ് ഒരു പിള്ളേരെയൊക്കെ വളർത്താനുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് സിംഗിൾ പേരൻസിനെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഇതുപോലെ നാറി നടന്നിട്ട് പിള്ളേരെ വളർത്തുന്നതും ഭേദം പോയി ആത്മഹത്യ ചെയ്യാം. സീരിയസ്ലി ഞാനൊക്കെ ആണെങ്കിൽ ആ സമയത്ത് പോയി എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ. വേറെ ഇതുമാതിരി ചട്ടത്തരത്തിന് എന്നാലും പോത്തില്ല. അപ്പം ഒരു ഉളുപ്പും നാണവും ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ രേണുവിനെ ഉപദേശിക്കല്ല. രേണുവിനെ ഉപദേശിച്ചാൽ നന്നാകത്തില്ല. അപ്പൊ എന്തൊക്കെയോ രേണുവിന്റെ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട് ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് വരെ ഇപ്പം മാറ്റി പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് രേണുവിന് കുറച്ച് പൈസ കിട്ടിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് പൈസ കൊടുത്താലൊന്നും രേണു അടങ്ങി ഒതുങ്ങി നിൽക്കത്തൊന്നുമില്ല. കാരണം രേണുവിന് ആ ടേസ്റ്റ് കിട്ടി. ഈ സോഷ്യൽ മീഡിയ പിടിച്ചു നിന്ന ഒരു വൈബ് പുള്ളിക്കാരിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ശരിക്കും ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അവർക്കങ്ങ് നിന്ന് നിൽക്കണം. പിന്നെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ 2 നന്മമരങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു. ഏക്കാലും അതും കൂടി ഒന്ന് വെച്ച് തരാം. ഇവരിങ്ങനെ കുറെ തെറിയും പറയും, എന്നിട്ട് ഇപ്പുറത്ത് മാറി ഇരുന്നിട്ട് ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് പോയി സബും ചെയ്യും. എന്നിട്ട് ഇരുന്ന് അതിനകത്ത് കണ്ടിട്ടായിരിക്കും വന്നിട്ട് തെറി പറയുന്നത്. കാണുകയും വേണം, തെറിയും വിളിക്കും. ആരായി വന്നിരിക്കുന്നത്? ആരാണ് അറിയോ? നമ്മുടെ ജാസി ചേട്ടനും പിന്നെ കൂടെ ഉള്ളത് നമ്മുടെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞത്. ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയാനാണ് എന്റെ പോന്നാളിയ. ഒന്നും പറയാല്ല. ഇതുപോലത്തെ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറിന്റെ ഒരു കേസ് വന്ന സമയത്ത് പുള്ളിക്കാരി ഒരു ബൈറ്റ്സ് അങ്ങ് ന്യൂസ് അങ്ങനെ ഒരു ചാനലിന് കൊടുക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് ഒന്ന് വെടുപ്പായിട്ട് ഒരു കമന്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റിന് ഏതാണ്ട് 10,500 മേളിൽ ലൈക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യ ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ച സമയത്ത് ഇവള് പറഞ്ഞൊരു പ്രസ്താവന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യയാണ് ഇവിടെ തെറ്റുകാരി. ഭാര്യ വന്ന് നോക്കാൻ പാടില്ലായിരുന്നു, ഫോട്ടോസ് എടുക്കാൻ പാടില്ലായിരുന്നു, അത് പബ്ലിക്കിലോട്ട് അറിയിക്കാൻ പാടില്ലായിരുന്നു. ആർക്കും മാറുന്ന ഭാര്യയെ വേണമെങ്കിൽ മാറുന്ന ഭർത്താവുമായിട്ട് വേണമെങ്കിൽ സംഭവം പരിപാടി ഒപ്പിക്കാം എന്നാണ് ഇവള് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് കമന്റ് ഇട്ടായിരുന്നു, മാതൃകാ കുലസ്ത്രീയോട് അഭിപ്രായം ചോദിച്ച ചാനലിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ഞാനാണ് കമന്റ് ഇട്ടത്. അപ്പം ശരിയല്ലേ, ഇവിടെ പോലുള്ളവരോട് ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തവന്മാരോട് എന്തിനാണ് അഭിപ്രായം ചോദിച്ചു നടക്കുന്നത്? ഇവൾമാർ തന്നെ ഇങ്ങനെ അവരാധിച്ച് നടക്കുന്ന ടീംസ് ആണ്. ഇവൾമാർ തന്നെ ഇടുന്ന ഓരോ പോസ്റ്റും റീലും കണ്ടുണ്ടെങ്കിൽ പെറ്റതള്ള സഹിക്കത്തില്ല. അതുപോലെ ഇവൾമാരുടെ അവയവങ്ങള് ഇവൾമാർ എന്താ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾമാർ വിൽക്കുകയാണ്. നമ്മുടെ ഒരു ബോഡി പാർട്ട്, അതായത് നമ്മളുടെ ബ്രസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഞാനൊക്കെ കാണുന്നത് ഒരു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനും അത് ഒരു 5-6 മാസം വരെയുള്ള ഒരു കുഞ്ഞിന് വിശപ്പടക്കാനുള്ള ഒരു അത്രയും അല്ലെ അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവൊക്കെ ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നതും. അത്ര മഹത്വമാണ്. ഒരു അമ്മ ഒരു കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് അവിടെ ഒരു മാതൃത്വമാണ് തോന്നുന്നത്. പക്ഷെ ഇവൾമാരെ പോലെയുള്ള കടഘട്ടങ്ങൾ ഇവൾമാരെ പോലെ ഉള്ളത് അത് സെയിൽ ചെയ്യുകയാണ്. ഇവൾമാർ ആവശ്യത്തിന് വേണ്ടി സെയിൽ ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് ആണ്. കാരണം അത് എക്സ്പോസ് ആക്കി, ഈ രേണു അടക്കമാണ് ഞാൻ പറഞ്ഞത്, ഇത് എക്സ്പോസ് ആക്കി കാണിച്ച് 10 പേരെ കൊണ്ട് ആഹാ കൊള്ളാലോ എന്ന് പറയിച്ച് അവന്മാർക്ക് ഇത് കണ്ടുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവന്മാര് ചെയ്യും. എന്തൊരു നാണം കെട്ടവൾമാരാണ് ഇവന്മാര്. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കണ്ടുകൊണ്ട് ഇവന്മാര് ഓരോരുത്തരും സബ്സ്ക്രിപ്ഷൻ എടുത്ത് വരുന്നവന്മാര് ഇത് കണ്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ കാണുന്നവര് ഒന്ന് ഊഹിച്ചു നോക്കുക. അപ്പം അതിന് വരെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന മഹത്തായ മറ്റേ മക്കളാണ് ഇവൾമാര്. അപ്പം ഈ രേണുവിനെ പോലെ ഉള്ളവന്മാരെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഈ ശ്രീലക്ഷ്മിയെ പോലെ ഉള്ളവന്മാരൊക്കെയാണ്. ഇനി നാളെ ഇവൾമാരും തുടങ്ങുന്ന സംഭവം എന്താണെങ്കിലും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ പറയല്ലെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചതാണ്. പക്ഷെ ഇത് ഓരോ ദിവസം കഴിയുന്നവരും നമ്മളെ കൊണ്ട് പറയിക്കുന്നതാണ്. ഇപ്പം രേണുസുതിയുടെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഞാൻ മാസ്റ്റർ മൈൻഡിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്താണ് ഞാൻ സൈഡിൽ വെക്കാം. ഇങ്ങനെ വരുന്ന കുറച്ച് ഫോട്ടോസ് ആണ് സബ്സ്ക്രിപ്ഷനിലൂടെ വരുന്നത്. അപ്പൊ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഡിഗ്രി ലെവലും കൂടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഇപ്പൊ തുമ്പി എന്ന് പറഞ്ഞ ഒരു ആൾക്കാരൊക്കെ വന്ന് ഇടുന്നുണ്ട്. അപ്പൊ തുമ്പിയെ പേടിച്ചാണ് ഇവളിപ്പോ തുടങ്ങിയത്. പിന്നെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റി ഗൈഡൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലായിരുന്നു. സത്യം പറയാലോ, രേണു അത് ഊരി തന്നെ കാണിക്കുമായിരുന്നു. ഉറപ്പ്, വേറെ ഒരു രക്ഷയില്ല. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഇത് കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇവൾമാർ ഇങ്ങനെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഉറപ്പാണ് ഇവൾമാർ തുണി ഊരി കാണിക്കുക തന്നെ വേണം, ചെയ്യും. കമ്മ്യൂണിറ്റി ഗൈഡൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ചാനൽ അടിച്ചു പോകും. അതുകൊണ്ട് ഇവൾമാർ കാണിക്കത്തില്ല, പേടിക്കേണ്ട. അപ്പം ഇതുപോലെയുള്ള ഈ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിള്ളേരടക്കം വഴിതെറ്റി പോവുകയാണ്.
പിള്ളേർ ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെ കാണിക്കും, എന്തൊക്കെ കോപ്രായ്മ അവന്മാരെ എന്താണ് ബ്രെയിൻ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ്, ഇതൊക്കെ കണ്ടിട്ട് ആവശ്യമില്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്ത് വരുന്ന ഹോർമോൺസ്. പിന്നെ ഈ പിള്ളേർ കല്യാണം കഴിച്ച് പോകുമ്പോഴത്തേക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇവന്മാരെ പോലുള്ള കുറെ അവരാതി മക്കൾ കാരണം കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഇതുപോലൊക്കെ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന രേണു കാരണമാണ് ഞാൻ പബ്ലിക്കിന്റെ മുന്നോട്ട് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അല്ലാതെ നമ്മൾ എന്ത് വാക്ക് ഉപയോഗിച്ചാണ് ഇവന്മാരെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്? വിധവകളെ റെപ്രസെന്റ് ചെയ്ത് വന്ന രേണുവാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ വിധവകൾക്ക് ഒരു അപമാനം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അപമാനം തന്നെയാണ് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് അഭിപ്രായം പറയാം. കാരണം എനിക്ക് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.